കലാഭവൻമണിയുടെ സഹോദരൻ ആർ.വി. രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് കലാമണ്ഡലം സത്യഭാമ. കാക്കയുടെ നിറമായതുകൊണ്ട് മോഹിനിയാട്ടം ആർ.വി. രാമകൃഷ്ണന് ചേരുന്നതല്ല, നിറമുള്ള ശരീരവും ഭംഗിയുള്ളവരും മാത്രമേ മോഹിനിയാട്ടം കളിക്കാവൂ എന്നും സത്യഭാമ. അധിക്ഷേപത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആർ.വി. രാമകൃഷ്ണൻ പ്രതികരിച്ചു. അതേസമയം ആർ.വി. രാമകൃഷ്ണന് പിന്തുണയുമായി പ്രമുഖർ സമൂഹമാധ്യമങ്ങളിൽ പ്രതികരിച്ചു. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരന്നാണ്. എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും എം മനോജ് ചേരുകയാണ്. മനോജ്, സത്യഭാമയുടെ നിലപാടിനെതിരെ വലിയ വിമർശനം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ തന്നെയാണ് കലാമണ്ഡലം സത്യഭാമയുടെ ഒരു അധിക്ഷേപ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതിനൊപ്പം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആർ.വി. രാമകൃഷ്ണനും വ്യക്തമാക്കുന്നത്. സത്യഭാമയുടെ ഈ ഒരു പരാമർശത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. കാരണം ആ പരാമർശത്തിൽ തന്നെ വ്യക്തമാണ്. അതായത് കലാകാരനായിട്ടുള്ള ആർ.എൽ.വി. രാമകൃഷ്ണനെ വളരെയധികം അധിക്ഷേപിച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിലും ഒരു മോഹിനിയാട്ടം സ്ത്രീകൾ മാത്രമേ കളിക്കുവാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുമൊക്കെ ആയിരുന്നു ആ ഒരു പരാമർശം വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാംസ്കാരിക കേരളത്തെ തലയുയർത്തി നടക്കുവാൻ, അതായത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരെ തീർത്തും അപമാനിക്കുന്ന തരത്തിലായിരുന്നു ഈ പരാമർശം. ഇതിൽ ആർ.എൽ.വി. രാമകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. നേരത്തെ തന്നെ 1996 മുതൽ തൃപ്പൂണിത്തറയിലെ ആർ.എൽ.വി. കോളേജിൽ ഈ മോഹിനിയാട്ട കളരിയിൽ നിന്നാണ് ഈ കലാകാരനായിട്ടുള്ള ആർ.എൽ.വി. രാമകൃഷ്ണൻ പഠിച്ചിറങ്ങിയത്. പിന്നീട് ഡിപ്ലോമയും അതുപോലെ തന്നെ പോസ്റ്റ് ഡിപ്ലോമയും ഒക്കെ M.A. മോഹിനിയാട്ടവും ഒക്കെ ഒന്നാം റാങ്കോടെ പാസ്സായ കലാകാരനുമാണ്. അദ്ദേഹത്തെയാണ് ഈ പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിൽ ഈ അപമാനിച്ചുകൊണ്ട് ഈ സത്യഭാമ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് കൃത്യമായും ഈ സാംസ്കാരിക കേരളം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണയും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ രൂക്ഷ വിമർശനമാണ് സത്യഭാമയ്ക്കെതിരെ ഉയർന്നത്. കാരണം അവർ പറയുന്ന വാക്കുകൾ അതൊക്കെ തന്നെ കൃത്യമായും പരിശോധിക്കുന്ന സമയത്ത്, അതായത് ഒരു കാക്കയുടെ കറുത്ത നിറമാണ് ആർ.എൽ.വി. രാമകൃഷ്ണൻ എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ആണുങ്ങൾ മോഹിനിയാട്ടം കളിച്ചാൽ വൃത്തികേടാണെന്നും അതിനും സൗന്ദര്യം ഉള്ളവർ മാത്രമേ കളിക്കാവൂ എന്നുമുള്ള ആ ഒരു പരാമർശമായിരുന്നു സത്യഭാമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സത്യഭാമയ്ക്കെതിരെ ഉയർന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം ഈ ആർ.എൽ.വി. രാമകൃഷ്ണൻ തന്നെ പങ്കുവച്ച ഒരു കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ ഈ തനിക്കെതിരെ അധിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. കലാമണ്ഡലം PhD നേടുന്നത്, അതായത് മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ PhD നേടുന്നതൊന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു, സത്യഭാമയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് നേരത്തെ കലാമണ്ഡലത്തിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ആക്ഷേപം നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഈ ഒരു അഭിമുഖത്തിലൂടെ പേരെടുത്ത് പറയാതെ ചാലക്കുടിയിലുള്ള കലാകാരൻ എന്നുള്ള രീതിയിൽ ഈ അപമാനിച്ചിട്ടുള്ളത്.